ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രൻ നേരെ ചെന്നത് ബാങ്ക് മാനേജറെ അടുത്താണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ എന്താ സാർ എന്നെ കാണുമെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണല്ലോ സാർ എന്നെ കൂട്ടിക്കെട്ട് കാറിൽ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്താ സാർ? അതെ, ഈ ഇടക്കെങ്ങാനും എൻ്റെ ഭാര്യ ജലജ ബാങ്ക് ലോക്കറിൽ എന്തെങ്കിലും വെക്കാൻ വേണ്ടി വന്നായിരുന്നോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും വന്നു സാർ, സ്വർണം വെക്കണമെന്നും പറഞ്ഞ് വന്നായിരുന്നല്ലോ, എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ ഓഹോ, അപ്പോൾ വന്നായിരുന്നു അല്ലേ? വന്നായിരുന്നു. ലോക്കർ തുറന്ന് സ്വർണം വെക്കുകയും ചെയ്തു, എന്നിട്ട് താക്കോൽ നിന്ന് പോവുകയും ചെയ്തല്ലോ സാർ. എന്താ സാർ പ്രത്യേകിച്ച്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട്, അല്ല ഞങ്ങൾ രണ്ടുപേരുടെയും ജോയിൻ്റ് അക്കൗണ്ട് അല്ലേ, അപ്പോൾ പിന്നെ ജലജ മാത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ആ ലോക്കർ തുറക്കാനായിട്ട് സമ്മതിച്ചത് എന്ന് പറയാം. അയ്യോ സാർ എന്തൊക്കെയാ സാർ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരുടെയൊക്കെ ജോയിൻ്റ് അക്കൗണ്ടൊക്കെ തന്നെയാണ്, പക്ഷേ സാറും കുടുംബമൊക്കെ ഈ ബാങ്കിനോട് എത്ര ആത്മാർത്ഥ പുലർത്തുന്ന ആൾക്കാരാണ്. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് എന്തെല്ലാം ലാഭങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സ്ഥിതിക്ക് സാറിൻ്റെ ഭാര്യ വന്ന് ഇവിടെ സ്വർണം വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല, സാറിൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ലോക്കർ തുറക്കാനായിട്ട് അനുവദിച്ചു സാർ. അങ്ങനെ ലോക്കറിൽ പണം വെച്ചിട്ട് പോയി, അത് ഞങ്ങൾക്ക് അറിയില്ല സാർ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ലോക്കറിൽ സ്വർണം തന്നെയാണ് വെച്ചതെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? സാർ ഞാൻ വേണമെങ്കിൽ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ തരാം സാർ. വേണ്ട, ഡേറ്റും കാര്യങ്ങളൊക്കെ തരണ്ട, പക്ഷെ സ്വർണം തന്നെയാണ് വെച്ചതെന്നാണ് എനിക്കിപ്പോൾ അറിയേണ്ടത്. അതെ സാർ, കുറച്ച് സ്വർണം വെക്കാനുണ്ട്, ആ ലോക്കർ തുറക്കാനായിട്ട് അനുവദിക്കണം എന്ന് മാത്രമാണ് മാഡം ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് അത് അനുവദിക്കുകയും ചെയ്തു. പിന്നെ സ്വർണങ്ങളൊക്കെ ലോക്കറിൽ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതിൽ വലിയ ഇതൊന്നും തോന്നിയില്ല സാർ, അതുകൊണ്ടാണ് ലോക്കർ തുറക്കാനുള്ള അനുവാദം ഞങ്ങൾ കൊടുത്തത് എന്ന് പറയണം. ശരി, ആയിക്കോട്ടെ, ഇനി ഒന്നിൻ്റെ ആവശ്യമില്ല, ഇനി ഒരു തെളിവിൻ്റെ ആവശ്യമില്ല, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നാഗേന്ദ്രൻ നേരെ ചെന്നത് ജലജയുടെ അടുത്തേക്ക്. ജലജയാണെങ്കിൽ ഈ സമയം തന്നെ പേടിച്ച് വിറച്ച് അനന്തപുരി നിൽക്കുകയായിരുന്നു. അങ്ങനെ നാഗേന്ദ്രൻ ഓടി ചെന്നിട്ട് ജലജെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഈ ജലജ ഞെട്ടിപ്പോയി. പറ ജലജെ, നീ എന്തിനാ ബാങ്കിൽ പോയത്? നീ എന്തിനാ ലോക്കറിൽ കൊണ്ട് നീ എന്ത് സാധനം വെക്കാൻ വേണ്ടിയാ പോയതെന്ന് ചോദിക്കുക. ലോക്കറിൽ ഞാൻ കൊണ്ട് വെക്കാൻ പോയെന്നോ? നിങ്ങൾ എന്തൊക്കെയാ നാഗേട്ടെ പറയുന്നത്? ഞാനൊരു സാധനവും വെക്കാൻ പോയിട്ടില്ല, ഞാൻ ബാങ്കിൽ പോയിട്ടുമില്ല. ജലജെ, ഇനി എൻ്റെ മുന്നിൽ കിടന്ന് നാടകം കളിക്കാനായിട്ട് നീ നിൽക്കരുത്. ഞാൻ ബാങ്ക് മാനേജറെ കണ്ടിട്ട് തന്നെയാണ് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ മുന്നിൽ കിടന്ന് നാടകം കളിക്കാൻ നിൽക്കരുത്. നീ എന്തുകൊണ്ട് വെക്കാനാ പോയെന്ന്? നീ ആ നെക്ലസ് കൊണ്ട് വെക്കാനല്ലേ ജലജ നീ പോയത്? അയ്യോ നാഗേട്ടാ, എന്തൊക്കെയാണ് നാഗേട്ട ഈ പറയുന്നത്? അങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആ മാനേജർ ചുമ്മാ കള്ളം പറയാണ്. ഞാൻ അങ്ങനെ ഒരു നെക്ലസും കൊണ്ട് ആ ലോക്കറിൽ വെച്ചിട്ടുമില്ല നാഗേട്ട, സത്യമാണ് ഞാൻ പറഞ്ഞത്. ശരി, ആയിക്കോട്ടെ, എങ്കിലേ വാ എൻ്റെ കൂടെ വാ, നമുക്ക് ഇപ്പം തന്നെ ബാങ്കിലോട്ട് പോകാം, എന്നിട്ട് ആ ലോക്കർ ഒന്ന് പരിശോധിക്കാം. അപ്പം തീർന്നല്ല പ്രശ്നങ്ങളെല്ലാം. വാ ഇങ്ങോട്ട്. നാഗേട്ടാ, എന്തിനാണ് ഇപ്പം അങ്ങോട്ട് പോകുന്നത്? അപ്പം നാഗേട്ടന് എന്നെ വിശ്വാസമില്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നാഗേട്ടന് വിശ്വാസമില്ലേ? എന്ത് നാഗേട്ട ഇത്? ഇപ്പം അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ലെന്നേ. പോണം. നീ പറഞ്ഞത് അതില്ല വെച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പം നീ എന്തിനാ പേടിക്കുന്നത് ജലജെ? ആ ലോക്കറൊന്ന് തുറക്കട്ടെ, നമ്മളുടെ കൂടെയുള്ള ജോയിൻ്റ് അക്കൗണ്ട് അല്ലേ അത്, അപ്പോൾ പിന്നെ തുറന്നെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, നീ എൻ്റെ ഒപ്പം വാ, നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ജലജയും കൂട്ടി പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ജലജ ഇരുന്ന് കരയാണ്. നീ എന്തിനാണ് കിടന്ന് കരയുന്നത്? അപ്പം ഞാൻ പറഞ്ഞ സത്യമാണ് അല്ലേ? ആ ലോക്കറിൻ്റെ ഉള്ളിലുണ്ട് ആ നെക്ലസ്. അത് പിന്നെ നാഗേട്ടൻ എന്തിനാണ് എന്നെ ആ ആഭരണം കാണിക്കാനായിട്ട് പോയത്? ഞാൻ തന്നെയാ അതുകൊണ്ട് ലോക്കറിൻ്റെ ഉള്ളിൽ വെച്ചത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രന് കാലി വന്നിട്ട് നാഗേന്ദ്രൻ ജലജയുടെ കാരണം നോക്കിയ പട്ടക്കെന്ന് പറഞ്ഞു അറ്റ പൊട്ടീരാണ്. നീ എന്ത് തോന്നിയോ സനീ കാണിച്ചത്? എല്ലാവരുടെ മുന്നിൽ ഞാൻ കള്ളനായി പോയില്ലേ? എന്നെ മൂർത്തിയങ്കിള് ഒരുപാട് ശകാരിച്ചു. ഒരു കള്ളൻ എന്ന രീതിയിൽ തന്നെയാണ് എന്നെ മൂർത്തിയങ്കിൾ നോക്കിയത്. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. മക്കളെക്കാളും ഏറ്റവും കൂടുതൽ മൂർത്തിയങ്കിൾ സ്നേഹിച്ചതേ അത് എന്നെയാണ് വിശ്വസിച്ചത്. എന്നിട്ട് അതെല്ലാം നീ ഒറ്റ ദിവസം കൊണ്ട് തകർത്തില്ലേ ജലജ എന്ന് പറയുമ്പോൾ നാഗേട്ടത് ഞാൻ മനഃപൂർവ്വം അല്ല, ആ നെക്ലസ് എന്നെ കൊണ്ടൊന്ന് കാണിച്ചത് കൊണ്ടല്ലേ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിക്കേണ്ടി വന്നത്. ഞാൻ അതുകൊണ്ട് ലോക്കറിൽ കൊണ്ട് വെച്ചത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് ഒരു സാധനം മോഷ്ടിച്ചു കൊണ്ട് വെക്കണോ?
എന്നിട്ട് എന്താ സംഭവിച്ചത്? എടി നീ എങ്ങനെയാടി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ നമ്മുടെ ഒരു പഴയ സ്വർണ്ണപ്പണിക്കാരനുണ്ടല്ലോ, ആ സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ടാണ് ഞാനത് ഉണ്ടാക്കിച്ചത്. പക്ഷേ അത് വിറ്റ് പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അത് എക്സിബിഷനിൽ വെക്കും, അതെല്ലാവർക്കും കാണാൻ വേണ്ടി മാത്രം ഉള്ളതാണ്, അത് കഴിയുമ്പോഴേക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും എന്നൊക്കെ ഞാൻ വിചാരിച്ചുള്ളൂ. അതുകൊണ്ടാണ് നാഗേട്ടൻ എന്നെ ആ ഒരു നെക്ലസ് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ നെക്ലസിനോട് അതിയായ മോഹം തോന്നിയതും അത് ഞാൻ ലോക്കറിൽ കൊണ്ടേ വെച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെക്ലസ് ഞാൻ കൊണ്ടുവന്നതും അതുകൊണ്ടാണ് നാഗേട്ട, അല്ലാതെ മനഃപൂർവ്വമൊന്നുമല്ല. ഓ, നിനക്ക് ഈ സ്വർണത്തിനോടുള്ള ആർത്തി ഒരിക്കലും കുറയില്ലേ ജലജെ? നിനക്കിത് എന്ത് സ്വഭാവമാണ് നിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ അത് നാഗേട്ടനെ അറിയാമായിരുന്നല്ലോ എനിക്ക് സ്വർണത്തോട് ആർത്തിയാണെന്ന്. പിന്നെ എന്തിനാ അതെന്നെ കൊണ്ടേ കാണിച്ചത്? അത് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് വേണം വേണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ അതിന് പിന്നാലെ തന്നെ പോയത് നാഗേട്ട. ഈ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയരുത്. അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നെ അടിക്കും, അച്ഛൻ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അറിയാലോ, ഞാൻ ഈ വീട്ടിലെ ദത്തുമകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ അച്ഛൻ അടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യും. ഇല്ല ഇല്ല, അങ്ങനെ മൂർത്തി ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. മകളല്ലേ, അപ്പം ക്ഷമിച്ചോളും, കുടുംബത്തിൽ നടന്നൊരു പ്രശ്നമല്ലേ, അത് ക്ഷമിച്ചോളും എന്ന് പറയണില്ല. എൻ്റെ അച്ഛൻ ക്ഷമിക്കില്ല, എനിക്കത് നന്നായിട്ട് തന്നെ അറിയാം. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അത് നാഗേട്ടനും അറിയാമല്ലോ. അപ്പം പിന്നെ എന്ത് ചെയ്യും? ആഹാ, അത് കൊള്ളാം. അപ്പോൾ ഞാനെന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? എന്നേലിപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ അത്രയ്ക്കും വിശ്വാസം ഉണ്ടായിരുന്നു മൂർത്തി അങ്കിൾക്ക്. ആ വിശ്വാസമാണ് ഒരു നിമിഷം കൊണ്ട് തകർത്ത് തരിപ്പണമായിരിക്കുന്നത്. അതെ നാഗേട്ട, നാഗേട്ടൻ പറയാൻ നിൽക്കരുത്. നാഗേട്ടൻ എന്നെ വേണോ, അല്ല എന്നെ എൻ്റെ മക്കളെയും വേണോ, അല്ലെങ്കിൽ ഇതേ ഈ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താ ചില ചെയ് പറയുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആകെ പെട്ടുപോയൊരവസ്ഥയല്ലേ. അതെ, നാഗേട്ടൻ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. എന്നെ രക്ഷിക്കണം നാഗേട്ട, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചേ മതിയാവുള്ളൂ എന്ന് പറയണം. ശരി, എങ്കിൽ പിന്നെ ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം, കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണം. ഇവിടെ എന്ത് കാര്യം സംഭവിച്ചാലും നീ എൻ്റെ ഒപ്പം തന്നെ നിൽക്കണം. തീർച്ചയായിട്ടും നാഗേട്ട, ഞാൻ നാഗേട്ടൻ്റെ ഒപ്പം തന്നെ നിൽക്കുള്ളൂ. ഒരിക്കലും നാഗേട്ടൻ്റെ ഇതിൽ നിന്ന് ഞാൻ പിന്മാറാനായിട്ടേ പോകുന്നില്ല. നാഗേട്ടൻ്റെ ഒപ്പം തന്നെ ഞാൻ കൂട്ടിന് നിൽക്കുമെന്ന് പറയണം. ശരി, അങ്ങനെയാണെങ്കിൽ എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുക്കാം. ഞാൻ ഏതായാലും മൂർത്തി ഞങ്ങളെ പോയി കാണട്ടെ, എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുത്തോളാമെന്നും പറയാണ്. ആ ശരി നാഗേട്ട, നാഗേട്ടൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഞാൻ നാഗേട്ടൻ്റെ കൂടെ തന്നെ നിന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നാഗേന്ദ്രൻ നേരെ ജ്വല്ലറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പം അവിടെ മൂർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അത് മൂർത്തി അങ്കളെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്താടാ സ്വർണ്ണത്തെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ മൂർത്തി അങ്കളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അബദ്ധം പറ്റിയതോ? എന്ത് അബദ്ധം പറ്റിയത്? അത് പിന്നെ മൂർത്തി അങ്കളെ, ഈ ജലജയ്ക്ക് ആ ആഭരണത്തോട് വലിയ താല്പര്യം. അത് കണ്ടപ്പോൾ മുതൽ അവൾക്ക് അത് വേണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെയാ ആ ആഭരണം എടുത്തു മാറ്റിയത്. അത് ലോക്കറിൽ കൊണ്ട് വെക്കുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എനിക്കറിയാവുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് പണിയിപ്പിച്ചു. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമാണ് ഞാനിവിടെ കൊണ്ടുവന്ന് ദർശനത്തിന് വേണ്ടി വെച്ചത്. പക്ഷേ അത് വിറ്റു പോകുമെന്നൊന്നും ഞാൻ കരുതിയില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല അങ്കളെ എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ മൂർത്തിക്ക് വന്ന കലി. എടാ പേരും കള്ള, അപ്പം നീ സ്വർണം മോഷ്ടിക്കുകയായിരുന്നല്ലേ? എടാ നിനക്ക് എങ്ങനെ തോന്നിയടാ? നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ നീ ഇങ്ങനൊരു കൊടും ചതി ചെയ്യുമെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചതല്ല. എൻ്റെ മക്കളെക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിച്ചതാ, വിശ്വസിച്ചതാണ്. എന്നിട്ടും ഇവിടെ എൻ്റെ കൂടെ നിന്നിട്ട് നീ എൻ്റെ കഴുത്തറക്കുന്ന പരിപാടിയാണല്ലേ ചെയ്തത്. അതിന് മൂർത്തി അങ്കളെ, അത് ജലജയ്ക്ക് അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് ജലജയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടോ? ആ നെക്ലസ് കണ്ടപ്പോൾ മുതലേ എൻ്റെ ഭാര്യ വസുന്ധരയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾക്കത് വേണമെന്നൊക്കെ ആഗ്രഹം തോന്നിയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച എന്താണെന്നറിയാവോ? എക്സിബിഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് ആ നെക്ലസ് സമ്മാനമായിട്ട് നൽകണമെന്ന്. പക്ഷേ അപ്പോഴാണ് ആ എക്സിബിഷൻ നെക്ലസ് കണ്ടിട്ട് ആ സാർമാർ വന്ന് അവരുടെ ഭാര്യക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് വേണമെന്ന് ആഗ്രഹം തോന്നിയത്. അങ്ങനെ ഈ നെക്ലസിനെക്കാളും ഇരട്ടി വില തന്നിട്ടാണ് അദ്ദേഹം ആ നെക്ലസ് മേടിച്ച് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തത്. പെണ്ണുങ്ങൾക്ക് അങ്ങനെയാ, സ്വർണം കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം കൂടും, അത് സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ നീ ഇവിടെ ചെയ്തത് എന്താ?
നിന്റെ ഭാര്യ ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും കുടുംബത്തിലെ ഒരു കാര്യം പോലും ചിന്തിക്കാതെ നീ ആ നെക്ലസ് കൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് കട്ടെടുത്ത് കൊടുത്തു. ഇതിനെ അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? അയ്യോ മൂർത്തിയങ്കളെ, അത് കട്ടെന്നല്ല, പിന്നെ എന്താണ് ചെയ്യേണ്ടത്? കട്ടതല്ലെന്നോ? ഇത് കട്ട് തന്നെയാണ്. നീ കട്ട് മോഷ്ടിച്ചെല്ലാം നടത്തുകയായിരുന്നല്ലേ? നിന്നെ ഞാൻ ഇനി ഇവിടെ വെച്ച് വാഴിക്കില്ല നാഗേന്ദ്ര. നിന്റെ ഇതിലുള്ള വിശ്വാസം മുഴുവൻ പോയി. നീ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും ആർക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും കള്ളത്തരം തന്നെയാ. ഇനി നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനാവില്ല. കടക്കണം പുറത്ത്. നീ ഇങ്ങോട്ട് വാ. ഏതായാലും നീ ചെയ്ത് തെറ്റാണോ ഇല്ലേന്ന് ഞാൻ ഏതായാലും സ്റ്റാഫുകളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം, മറ്റുള്ളവർ പറയട്ടെ എന്നും പറഞ്ഞ് നാഗേന്ദ്രനെയും കൂട്ടിക്കൊണ്ട് നേരെ ഈ ജ്വല്ലറിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചെല്ലുക. ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ജയനും അജയനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറയുകയാണ്, അതെ ഞാൻ ഇവനെ തല്ലാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ അടിക്കാരണം നോക്കി. നാഗേന്ദ്രൻ പൊട്ടി പാളീസായി വേദന ഇടിച്ചിട്ട് അങ്ങനെ ഒന്നും മിണ്ടാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ഇനി എന്തിനാണ് ഇവനെ തല്ലിയതെന്ന് ചോദിക്കാൻ തിടഞ്ഞപ്പോഴേക്കും എന്താ കാര്യം? എന്താ കാര്യമെന്നോ? ആ നെക്ലസ് പോയില്ലേ, അത് ഇവൻ അടിച്ചു മാറ്റിയതാ. ജലജയ്ക്ക് ആ നെക്ലസിനോട് ഒരുപാട് താല്പര്യം. അതുകൊണ്ട് തന്നെ അവൻ ആ നെക്ലസ് അടിച്ചു മാറ്റി ലോക്കറിൽ കൊണ്ട് വെച്ചു. എന്നിട്ട് ഇവനറിയാവുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് ഇവൻ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിച്ചു. അതാണ് പ്രദർശനത്തിന് വേണ്ടി വെച്ചത് എന്നിങ്ങനെ പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇത്രയൊക്കെ ചെയ്തോ? ഇത്രയൊക്കെ ചെയ്തു. എന്താ നാഗേന്ദ്ര ഞങ്ങൾ ഈ കേൾക്കുന്നത്? എടാ, ഞങ്ങളെക്കാളും ഇഷ്ടമായിരുന്നു നിന്റെ പ്രവൃത്തികളിൽ, നിന്നെ വിശ്വാസമായിരുന്നു ഞങ്ങളെക്കാളും. എന്നിട്ട് നീ അച്ഛനോട് ഇങ്ങനൊരു കാര്യം ചെയ്തില്ലേ? നാഗേന്ദ്ര കേട്ടോ, എൻ്റെ മക്കൾ പറയുന്ന കേട്ടില്ലേ? എനിക്ക് നിന്നെ അത്രയ്ക്കും വിശ്വാസമായിരുന്നു. ആ വിശ്വാസമാണ് ഒരു നിമിഷം കൊണ്ട് നീ തല്ലി തകർത്തത്. ഇനിയും ഇതായിട്ട് മുന്നോട്ട് പോകണമെന്നാണോ? ഒരിക്കലും പോകില്ല. അത് പിന്നെ മൂർത്തിയങ്കളെ, ഇത്തവണത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്കണം. ജലജയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൾക്കൊരാഗ്രഹം സാധിച്ചു കൊടുത്തന്നേ ഉള്ളൂ. ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തന്നേ ഉള്ളൂ. നീ ഭർത്താവ് എന്ന നിലയ്ക്ക് ആഗ്രഹം സാധിച്ചു കൊടുത്തു. പക്ഷേ അയാൾ ഡ്യൂപ്ലിക്കേറ്റ് ആഭരണം കൊണ്ട് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ മൂർത്തീസ് ജ്വല്ലറിയാണ് ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി പോയത്. അത് നിനക്ക് മനസ്സിലായോ നാഗേന്ദ്ര? ഇതൊക്കെ ഞാൻ ഇനി പുറത്തും ക്ഷമിച്ചും സഹിച്ചൊക്കെ നിന്നെ ഇവിടെ വീണ്ടും കയറ്റണമെന്ന് ഒരിക്കലുമില്ല. ഒരു തവണ തെറ്റ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇനി നീ ഈ കുടുംബത്തിൽ വാഴില്ല നാഗേന്ദ്ര. നിനക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാം. ഇനി നിനക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. നീ ഇറങ്ങിക്കോളണം എന്നും പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രനെ പിടിച്ച് അങ്ങോട്ട് അടിക്കുകയാണ്. അപ്പോൾ മക്കള് ജയനും അജയനൊക്കെ പറയുന്നുണ്ട്, ഇല്ല നാഗേന്ദ്ര, അച്ഛൻ്റെ വാക്ക് തന്നെയാണ് ഞങ്ങൾക്കും. ഇനി നിന്നെ ഇവിടെ വെച്ച് വാഴിക്കുന്ന ഒരു പ്രശ്നമില്ല. നീ ഇറങ്ങിക്കോളണം. എത്രയും പെട്ടെന്ന് നീ കുടുംബത്തോട് നിന്ന് ഇറങ്ങിക്കോളെന്ന് പറയാണ്. കണ്ടില്ലേ, എൻ്റെ മക്കൾ പോലും പറഞ്ഞാണ്ടില്ലേ, ഇനി നീ ഇവിടെ വേണ്ട നാഗേന്ദ്ര. ഈ ജ്വല്ലറിയോട് ഇത്രയും വലിയ ചതി ചെയ്ത നീ ഇനിയും ചതി കാണിക്കും. നീ കള്ളത്തരങ്ങൾ കാണിക്കും. നീ കള്ളത്തരത്തിൻ്റെ ആശാനാകും. അതായിരിക്കും ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇറങ്ങിക്കോ, പടി ഇറങ്ങിക്കോടാ എന്നും പറഞ്ഞുകൊണ്ട് തള്ളി താഴെ ഇടുകയാണ്. നാഗേന്ദ്രൻ പാവം കരഞ്ഞുകൊണ്ട് വല്ലാത്തൊരവസ്ഥ. അപ്പോൾ മൂർത്തി മുത്തശ്ശനും ബാക്കിയുള്ളവരെല്ലാവരോടും പറയുന്നുണ്ട്, ഇനി നാഗേന്ദ്രൻ്റെ പൊടി പോലും കാണരുത്, അവനെ ഈ പടി കയറ്റരുത്, വീട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് നാഗേന്ദ്രൻ കണ്ണീരൊക്കെ തുടച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ കഥകളെല്ലാം ഈ സ്വർണ്ണപ്പണിക്കാരൻ നമ്മുടെ ആദർശിനോട് പറയുകയാണ്. അപ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാരൻ പറയണ, നാഗേന്ദ്രൻ അങ്ങനെ കട്ടും മോഷ്ടിച്ചും സ്വർണത്തിനോട് ആർത്തിയുള്ളതും പണത്തിനോട് ആർത്തിയുള്ള ഒരു മനുഷ്യനല്ല. അയാൾ നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവക്കാരനാണ്. പക്ഷേ ഈ മുത്തശ്ശൻ്റെ കാര്യം അറിയാലോ, സാറിൻ്റെ മുത്തശ്ശൻ്റെ കാര്യം അറിയാലോ. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യായം പോലും ചിന്തിക്കാതെ അടിച്ച് പുറത്താക്കും. അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. നാഗേന്ദ്രൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും അങ്കിളെ. കാരണം മുത്തശ്ശൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു പ്രശ്നവുമില്ല. അയാളെ പുറത്താക്കുമെന്ന് പറഞ്ഞാൽ പുറത്താക്കി. അതിലിപ്പോൾ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതാ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ നിരപരാധിത്വം ഇതുവരെയും തെളിയിച്ചിട്ടുമില്ല. അപ്പോൾ നിരപരാധിത്വം മുഴുവനും മുത്തശ്ശനോട് ഇനി അറിയാതിരുന്നു കൊണ്ടിട്ടല്ലേ? എന്താ അറിയാതിരുന്നു കൊണ്ടിട്ട്? ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എന്നിട്ട് പോലും അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഈ
ഈ നാഗേന്ദ്രനും അത് തന്നെയാണ് സംഭവിച്ചത്. കുടുംബത്തോടെ അടിച്ച് പുറത്താക്കി മുത്തശ്ശൻ എന്ന് പറയുകയാണ്. അങ്ങനെ ആ കഥ വീണ്ടും തുടരുകയാണ്. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രൻ ജലജയും മക്കളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുക. നാഗേന്ദ്രൻ്റെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. അപ്പോൾ അങ്ങളെ ഞങ്ങൾ പോവാണ് അങ്ങളെ എന്ന് പറയുകയാണ്. അപ്പോൾ നീ പോടാ, ഇനി നിന്നെ കണ്ടുപോകരുത്, നീ ഇറങ്ങി പോകാൻ നോക്ക് എന്ന് നാഗേന്ദ്രനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വാ ജലജെ നമുക്ക് പോകാം. അപ്പോൾ ജലജ എടുത്ത് വായിക്കും, ഞാനെന്തിനാ വരുന്നത്? ഈ മക്കളെയും കൂട്ടിയിട്ട് ഞാൻ എങ്ങോട്ട് വരാനാണ് നാഗേട്ടാ? എനിക്ക് വരാനായിട്ട് കഴിയില്ല. ഞാൻ ഈ വീട് വിട്ട് എങ്ങും പോകില്ല. അല്ലെങ്കിൽ നാഗേട്ടനല്ലേ കുറ്റം ചെയ്തത്? ഞങ്ങളെന്തിനാ കൂടെ വരുന്നത്? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ജലജെ നീ എന്തൊക്കെയാ ജലജ ഈ പറയുന്നത് എന്ന് ചോദിക്കണം. അതേ നാഗേട്ടാ, ഞങ്ങളിവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റിയൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കണമെന്ന് പറയാം. ജലജെ നീ എന്താ, നീ ഡബിൾ ഗെയിം കളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാനൊരു ഡബിൾ ഗെയിമും കളിക്കുന്നുമില്ല. നാഗേട്ടൻ പോണെങ്കിൽ പോ. നാഗേട്ടൻ തെറ്റ് ചെയ്തു, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ മുത്തശ്ശൻ ഇറങ്ങിപ്പോടാ, നിന്റെ ഭാര്യയ്ക്ക് നിന്റെ കൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ അവൾ ഇവിടെ നിൽക്കും, നീ പോടാ, നീയല്ല കള്ളൻ എന്ന് പറയുകയാണ്. ജലജ നിരപരാധിയാണെന്നും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മൂർത്തിയങ്കളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒരു കാര്യം പറയണ്ട, നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അതല്ല ഞാൻ പറയുന്ന അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം ഒന്ന് കേൾക്കാവോ? അപ്പോൾ ജയനും പറയാണ്. ജയനും അതേപോലെ തന്നെ നമ്മുടെ ദേവ്യാനെയൊക്കെ പറയാണ്, വേണ്ട, നീ ഇനി ഒരു കാര്യം പറയുന്നത്, നീ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങ്. ഇനി നിന്റെ ഒരു കാര്യം കേൾക്കാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല. നീ പോവാൻ നോക്ക് എന്ന് പറയാണ്. അപ്പോൾ എന്നിട്ടും തൻ്റെ സത്യാവസ്ഥ പോലും പറയിക്കാനായിട്ട് ഇവർ സമ്മതിച്ചില്ല. അങ്ങനെ കണ്ണീരോടുകൂടി തന്നെ ആ പെട്ടി എടുത്തിട്ട് പടിയിറങ്ങിയ ആളാണ് നാഗേന്ദ്രൻ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.